ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSCയിലെ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനിയുള്ളത് 2 ടോപ്പിക്കും കൂടെ ആകുമ്പോഴത്തേക്കും 2 ടൈപ്പും കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് PSCയിലെ നമ്മളെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിയുന്നതാണ്. അതിലെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ മാത്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. ദെൻ ക്വസ്റ്റ്യനിലേക്ക്. ലീവിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് 6ാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ്. ലീവിങ് എന്ന് പറയുന്ന ടോപ്പിക് 6ാമത്തെ ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അനൂപ് ക്യാൻ ഡു പീസ് ഓഫ് വർക്ക് ഇൻ 25 days ആൻഡ് സിനി ഫിനിഷ് 20 days. They work together for 5 days and then Anup goes away. In how many days will finish the remaining work? എന്താണെന്ന് പറഞ്ഞാൽ 2 പേരോ 3 പേരോ ഒരു വർക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വർക്ക് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ദിവസമായിരിക്കും. അവര് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഇത്ര ദിവസമാണെന്ന് പറഞ്ഞിരിക്കും. അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും കുറച്ച് ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒരാൾ ആബ്സെന്റ് ആയി. ഒരാളെന്ന് പറയുന്നത് പിന്നെ വരുന്നില്ല. ബാക്കിയുള്ള വർക്ക് ഫുള്ള് ചെയ്തു തീർക്കുന്നത് ആ റിമൈനിങ് നിൽക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അപ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത്, പെൻഡിങ് ഉള്ള വർക്ക് എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് തീരും, അല്ലെങ്കിൽ ടോട്ടലായിട്ട് അവരെ എത്ര ദിവസം കൊണ്ടാണ് ആ വർക്ക് ചെയ്തു തീർത്തത് എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നതാണ് അനൂപ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 25 days. അനൂപ് എന്ന് പറയുന്ന ആള് ആ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 25 ദിവസമാണ്. ഓക്കെ, അനൂപ് എന്ന് പറയുന്ന ആള് ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 25 ദിവസമാണ്. ദെൻ സിനി എന്ന് പറയുന്ന ആള്, സിനി എന്ന് പറയുന്നതിന് ഞാൻ എസ് എന്ന് സൂചിപ്പിച്ചു. സിനി എന്ന് പറയുന്ന ആള് 20 ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ടൈമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമിന്റെ കാര്യം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങ് എഴുതി. ദെൻ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ്? ഇവിടെ തന്നിരിക്കുന്ന ടൈമിന്റെ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 25 ഉള്ളത് സിനിയുടെ എഫിഷ്യൻസി ആയിട്ട് വരും. അതായത് ഇവിടെ ആയിരിക്കും 25. ദെൻ സിനിയുടെ ടൈം എന്ന് പറയുന്നത് ആരുടെ? അനൂപിന്റെ എഫിഷ്യൻസി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 4 എന്ന് കിട്ടും. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അതായത് അനൂപിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 എന്നും സിനിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്നും ലഭിച്ചു. ഓക്കെ, അനൂപിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 എന്നും സിനിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്നും ലഭിച്ചു. ദെൻ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ്. അതായത് ഇവിടുത്തെ 20 × 5 ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 25 × 4 ചെയ്താലും കിട്ടുന്നത് വർക്ക് ആയിരിക്കും. അവിടെ എത്രയാണോ ടോട്ടൽ വർക്ക് ഉള്ളത് അതായിരിക്കും കിട്ടുന്നത്. അതായത് 20 × 5 ആയാലും 25 × 4 ആയാലും നമുക്ക് ലഭിക്കുന്നത് എന്താണ്? 100 ആണ്. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ദെൻ അപ്പോൾ ഇതുവരെയുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ they work together for 5 days. അതായത് ഈ അനൂപ് എന്ന് പറയുന്ന ആളും സിനി എന്ന് പറയുന്ന ആളും, ഓക്കെ, അനൂപ് എന്ന് പറയുന്ന ആളും സിനി എന്ന് പറയുന്ന ആളും ഒരുമിച്ച് ആ വർക്ക് ചെയ്തത് എത്ര ദിവസമാണ്? 5 ദിവസമാണ്. ദെൻ അനൂപിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആണ്, സിനിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അവർ ഒരുമിച്ചാകുമ്പോൾ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5 + 4 ആണ്. ദാറ്റ് ഈസ് 9. ഈ ഒരുമിച്ച് വർക്ക് ചെയ്തത് എത്ര ദിവസമാണ്? 5 ദിവസമാണ്. അതായത് അവർ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 45 എന്ന് ലഭിച്ചു. അവർ ഒരുമിച്ച് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 45 എന്ന് ലഭിച്ചു. അതായത് ടൈം ഇൻറ്റു എഫിഷ്യൻസി തന്നെയാണ്.
അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം തന്നെയാണ്. ഒരുമിച്ചുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 + 5 ആണ്. അതായത് അനൂപിന്റെ എഫിഷ്യൻസി 4, സിനിയുടെ എഫിഷ്യൻസി 5 4 + 5 എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തത് 5 ദിവസമാണ്. അതുകൊണ്ട് ഇൻറ്റു 5. 9 × 5 = 45 എന്ന് ലഭിച്ചു. 9 × 5 = 45 എന്ന് ലഭിച്ചു. ദെൻ അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത്, ഇവിടെ പെൻഡിങ് ഉള്ള വർക്ക് എന്ന് പറയുന്നത് ആരാണ് ഫിനിഷ് ചെയ്തത്? അനൂപ് എന്ന് പറയുന്ന ആള് ഒഴിഞ്ഞു പോയി. അപ്പോൾ അനൂപ് ഇല്ല. ഇനി പെൻഡിങ് ഉള്ള ആള് എന്ന് പറയുന്നത് സിനി മാത്രമാണ്. അവിടെ നിലനിൽക്കുന്നത് സിനി മാത്രമാണ്. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് റിമൈനിങ് വർക്ക് is equal to 100 - 45. That is equal to 100 ആയിരുന്നു ടോട്ടൽ വർക്ക്. 45 അവർ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിൽ നിന്ന് അവർ ചെയ്ത വർക്ക് മൈനസ് ചെയ്യുക. That is equal to 55. Then ഇവിടെ പറഞ്ഞിരിക്കുന്നത് in how many days will finish the remaining work. അതായത് എത്ര ദിവസം കൊണ്ടാണ് ആ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക. ഇവിടെ റിമൈനിങ് വർക്കായിട്ടുള്ളത് 55 ആണ്. ആരാണ് അവിടെ നിലനിൽക്കുന്നത്? സിനിയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ സിനിയാണ് വർക്ക് ചെയ്യേണ്ടത്. സിനിയുടെ എഫിഷ്യൻസി എത്രയാണ്? 5 ആണ്. 55 / എന്ത് ചെയ്യുക? സിനിയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 11 എന്ന ആൻസർ കിട്ടും. 11 എന്ന ആൻസർ കിട്ടും. അതായത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ വേണമെങ്കിൽ, ടോട്ടലായിട്ട് അവർ എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ 5 + 11 എന്താണ്? 16 ഡേയ്സ്. 16 ദിവസമാണ് ടോട്ടൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം. അതായത് 5 ദിവസം എന്ന് പറയുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്തു. 11 ദിവസം എന്ന് പറയുന്നത് ആര് വർക്ക് ചെയ്തു? സിനി മാത്രം വർക്ക് ചെയ്തു. അങ്ങനെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 11 + 5 എത്ര ദിവസം എടുത്തു? ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 16 ദിവസം എടുത്തു. നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 11 days. That is 11 days. Okay. Next question ഇങ്ങനെയാണ്. A and B can do piece of work in 60 days and 75 days respectively. Both begin together, but after a certain time, A leaves off. In such a case, B finishes the work remaining work in 30 days. Remaining work in 30 days. After how many days will A leave? ഇവിടെ നേരെ തിരിച്ചായിരുന്നു. നേരത്തെ ലീവ് ചെയ്ത് പോകുമ്പോൾ ബാക്കിയുള്ള വർക്കായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അവർ ഒരുമിച്ച് എത്ര ദിവസമാണ് വർക്ക് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലായാലും എങ്ങനെയായാലും കണക്ക് തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഒരു വർക്ക് എന്ന് പറയുന്നത് 60 ദിവസം 75 ദിവസം എന്ന് പറയുന്ന രീതിയിലാണ് ടൈം എടുക്കുന്നത്. എ എന്ന് പറയുന്ന ആള്, ബി എന്ന് പറയുന്ന ആള്. എ എന്ന് പറയുന്ന ആള് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 60 ദിവസമാണ്. ദെൻ ബി എന്ന് പറയുന്ന ആള് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 75 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസി എന്ന് പറയുന്നതിനെ തിരിച്ചെഴുതുക. ഇവിടെ 75 എന്ന് കിട്ടും, ഇവിടെ 60 എന്ന് കിട്ടും. അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 75 എന്ന് പറയുന്നത്, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത രൂപത്തിൽ വേണം എഴുതാൻ. അതായത് ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1 5 15 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. ദെൻ വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 3 15, 4 3 12. അതായത് നമുക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 4 എന്ന് പറയുന്നതാണ് എയുടെ എഫിഷ്യൻസി എന്നും, 5 എന്ന് പറയുന്നതാണ് എയുടെ എഫിഷ്യൻസി എന്നും 4 എന്ന് പറയുന്നതാണ് ബിയുടെ എഫിഷ്യൻസി എന്നും ലഭിച്ചു. ഓക്കെ, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്നും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 എന്നും ലഭിച്ചു. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ലഭിക്കും. ദെൻ ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് both began together but after a certain time A leaves off.
എ എന്ന് പറയുന്ന ആള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫായി. എ എന്ന് പറയുന്ന ആളാണ് ഓഫ് ആവുന്നത്. അവിടെ ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുണ്ട്. സച്ച് എ കേസ് ബി ഫിനിഷ് ദ വർക്ക് റിമൈനിങ് വർക്ക് ഇൻ 30 days. അതായത് ബി ആണ് ബാക്കി അവിടെ നിലനിർന്നത്. ബി എന്ന് പറയുന്ന ആളാണ് അവിടെ നിലനിന്നത്. ആ ആളാണ് എന്താണ് 30 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. റിമൈനിങ് വർക്ക് 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ടൈം ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി 60 into 5 that is equal to 300. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 300 ആണ്. ബി ഫിനിഷ് ചെയ്തത് എത്ര ദിവസം കൊണ്ടാണ്? 30 ദിവസം കൊണ്ടാണ്. അതായത് ബി മാത്രം ചെയ്ത വർക്ക്, ബിയുടെ വർക്ക് എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസി ഇൻറ്റു ടൈം, that is 4 into 30 that is equal to 120 ആണ് ബിയുടെ വർക്ക് എന്ന് പറയുന്നത്. ദെൻ നേരത്തെ പെൻഡിങ് കിടന്ന വർക്ക്, അതായത് മുമ്പേ ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 300ൽ നിന്ന് എന്ത് ചെയ്യുക? 120 മൈനസ് ചെയ്യുക. that is 0, that is 8, that is 1. 180 വർക്ക് എന്ന് പറയുന്നത് ഇവർ ഒരുമിച്ചാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് ചെയ്തത് എത്ര ദിവസമാണ് ഒരുമിച്ച് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥം ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് വിൽ എ ലീവ്സ്? എ ലീവ് ചെയ്ത് പോയത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? അതായത് ഒരുമിച്ച് ചെയ്ത വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. 180 അതാണ് വർക്ക് എന്ന് പറയുന്നത്. 180 ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും ഒരുമിച്ച് ചെയ്തത് 5 + 4 = 9 ആണ്. 180 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, that is 20 എന്ന് കിട്ടും. that is 20. അതായത് ഒരുമിച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എ ലീവ് ചെയ്തത്? എ ലീവ് ചെയ്ത ഡേയ്സ് എന്ന് പറയുന്നത് 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലിവിങ് എന്ന് പറയുന്ന ടോപ്പിക് ഇങ്ങനെയാണ്. ഇതിലാകെ പെൻഡിങ് ഉള്ളത് ഒരു ടോപ്പിക്കും കൂടെയാണുള്ളത്. ടോട്ടലായിട്ട് 7 ടോപ്പിക്കായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. 7 ടോപ്പിക്കിലെയും ഓരോന്നിൻ്റെ 2 പ്രോബ്ലം വെച്ചായിരുന്നു സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. ഈ ടോപ്പിക്കിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും. ഇനി ഒരു പെൻഡിങ് ടോപ്പിക്കും കൂടെയാണുള്ളത്. വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക, അവർക്കും ഉപകാരപ്പെടും. ദെൻ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.